ലുക്ക് റൈറ്റ് ദേർ, കയ്യിലേക്ക് നോക്കാവോ, ബ്യൂട്ടിഫുൾ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സ്ലീവ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു വാച്ച് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ടൈം എത്രയാണെന്നുള്ള കാര്യം. 3:33. അതെങ്ങനെയാ പോസിബിൾ ആവുന്നേ? ഫുൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി. അപ്പൊ ഹോൾ എവിടെ? ഇതിലെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യം ഇല്ല. ആളുടെ ഫുൾ നെയിം ഒന്ന് പറയാമോ? 3, 2, 1. ഇമ്പോസിബിൾ, നടക്കൂല. ആൻഡ് ദർ ഈസ് സംതിങ് മോർ ആക്ച്വലി. ഇതൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് ഐ ഹാഡ് എ പേപ്പർ ഇൻ മൈ പോക്കറ്റ്. ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ മെന്റലിസം. യെസ്, സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ് എല്ലാം വഴി നമ്മൾ ഒരുപാട് മൈൻഡ് റീഡിങ് ട്രിക്സ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ ഇവരെങ്ങനെയാ ചെയ്യുന്നത്, എന്താണ് മെന്റലിസം? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ ഇന്ന് ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ ആയിട്ട് നമുക്കിതെല്ലാം പറഞ്ഞു തരാനായി വി ഹാവ് മെന്റലിസ്റ്റ് അർജുൻ. മെന്റലിസത്തെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ചോദിക്കാം, എപ്പോഴാണ് ഈ ഒരു കരിയറിലേക്ക് വന്നത്? കരിയറായിട്ടൊന്നും ആദ്യം സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല, ചുമ്മാ ഹോബി ആയിരുന്നു. അതൊരു +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ചുമ്മാ ഒരു മാജിക് കാണിച്ചു തന്നു. അപ്പോൾ അത് കണ്ട് എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പം ഇതുപോലെ എനിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യണം, ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ചുമ്മാ ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. മെന്റലിസം പഠിക്കുന്ന സമയത്ത് ഇതിന് വേറെ എന്തൊക്കെ ആഡ് ഓൺസ് ഉണ്ട്? ഇതിൽ ആക്ച്വലി എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വരുന്നത് ഇതിലേക്ക് എത്താൻ? ഇപ്പൊ നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ അതിനകത്ത് ഇന്ന ടൈപ്പ് നമ്മൾ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടാവും അതിൽ തന്നെ. അപ്പൊ അതുപോലെ മെന്റലിസത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഏറ്റവും ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആസ് എ പെർഫോമർ എപ്പോഴും മാജിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വലിയൊരു എന്താ പറയണ്ട, നമുക്ക് വലിയൊരു ഇങ്ങനെ കടൽ കിടങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് എലമെന്റ്സ് ഇതിനകത്ത് വരുംതോറും അത് കുറെ കൂടി ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ മെന്റലിസ്റ്റിൽ സിമ്പിളായിട്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാജിക്സ് മാത്രമല്ലാതെ അതിനകത്ത് കുറച്ചുകൂടി സൈക്കോളജിക്കൽ എലമെന്റ്സ് ആഡ് ചെയ്യാം. അതിനകത്ത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾഡ് റീഡിങ് പോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, ഹോട്ട് റീഡിങ് ആഡ് ചെയ്യാം. അതല്ല നമുക്ക് ഹിപ്നോസിസിൻ്റെ എലമെന്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രത്തോളം കൂടുതൽ ഇതുപോലത്തെ ബ്രാഞ്ചസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതിൽ ആഡ് ഓൺസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മുടെ പെർഫോമൻസിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫീൽഡിലും അത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കും. അർജുൻ പഠിച്ച സമയത്ത് ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ആഡ് ചെയ്തു ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി? ഹിപ്നോസിസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് ഹിപ്നോട്ടിസം ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഹിപ്നോട്ടിസം ഒരാൾ പെർഫോം ചെയ്യുന്ന ലൈവായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഫ്രണ്ട് സൂര്യ സുരേഷ് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പം അവൻ അത് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അത് കാണുന്ന സമയത്ത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി. പിന്നീടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പെർഫോമൻസിൽ, അതായത് നമ്മുടെ എന്താ പറയണ്ടത്, ഇപ്പോൾ സ്റ്റേജിൽ അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നമുക്ക് ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മുടെ മെന്റലിസ്റ്റിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. ഈ സെൽഫായിട്ട് ഇപ്പൊ നമ്മളെല്ലാം പ്രാക്ടീസിലൂടെ ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ ഇംപ്രൊവൈസ് ചെയ്യും, ചില ട്രിക്സ് തന്നെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ അങ്ങനെ അർജുന്റെ ട്രേഡ് മാർക്ക് എന്നുള്ള എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ട്രേഡ് മാർക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നണം, എന്നെ കൂടുതൽ ആൾക്കാർ അറിയുന്നത് മേ ബി എൻ്റെ വീഡിയോസ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു ഹിപ്നോട്ടിസം പെർഫോം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ വീഡിയോസ് കൂടുതൽ വൈറലായിട്ടുണ്ടാവുക. അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് മേ ബി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. പക്ഷേ എനിക്കെപ്പോഴും പെർഫോം ചെയ്യാൻ ഇഷ്ടം മാജിക്സ് ആണ്. എൻ്റെ ഏറ്റവും കോർ എന്ന് പറയാൻ എനിക്കിഷ്ടം അതാണ്. സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ മെന്റലിസം ആണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം എന്താ പറയേണ്ടതുണ്ട്. ഇനി ഞാനായിട്ട് കണ്ടുപിടിച്ച് ഞാനായിട്ട് കൊണ്ടുവന്നിട്ടെന്ന് ചോദിച്ച് ഇല്ല, ഞാൻ മോസ്റ്റ്ലി നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പെർഫോമേഴ്സിൻ്റെ അവർ ചെയ്യുന്ന കുറേ റൂട്ടീൻസ് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഒരു ഭയങ്കര ക്രിയേറ്റർ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ഒരു ഏരിയ ആണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് വേണം അതിന്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ സ്വന്തമായിട്ട് കുറേ റൂട്ടീൻസ് അല്ലെങ്കിൽ എഫക്ട്സ് ഒക്കെ അവർ കണ്ടുപിടിക്കാറോ അല്ലെങ്കിൽ കൊണ്ടുവരാറൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യയൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഇഷ്ടം, ഇൻസ്പയർഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. സോ ഇൻ എ വേ സ്വന്തമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നു അങ്ങനെയല്ല, മേ ബി എനിക്ക് ഇൻസ്പയർഡ് ആവുന്ന കുറേ കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എൻ്റെതായുള്ള സ്റ്റൈലിലേക്ക്, എൻ്റെതായുള്ള രീതിയിലേക്ക് റൂട്ടീൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കൊണ്ടുവരാം.
വീഡിയോസിന്റെ കാര്യം പറഞ്ഞപ്പോ രേണു സുധിയുടെ ആ ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ. സുധിയെ കാണുന്നു, അപ്പൊ ആ സമയത്ത് ഭയങ്കര ഇമോഷണൽ ആവുന്നു. അപ്പൊ അത് ഒരാൾ ഭയങ്കര ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ അത് ചെയ്യാൻ അതിനൊരു റീസൺ ആയി. അപ്പൊ ആ സമയത്ത് എന്താ ഫീൽ ചെയ്തേ? ടു ബി ഓണസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അഫ്കോഴ്സ് ഞാനത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് ഹിപ്നോട്ടിസം വഴി അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കണ്ടന്റ് മാത്രം ചെയ്തു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനും വലിയ താല്പര്യം ബിസിനസ് ആ ഒരു ലൈക്ക് വൈറലാവുക, ട്രെൻഡിങ് ആവുക, അങ്ങനത്തെ ആ ഒരു മൈൻഡ് സെറ്റിൽ പിന്നീട് ഇത് വളരാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയോ, ഞാനത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2019 ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഇവിടെ അങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ഫോളോ ചെയ്ത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ തീരെയില്ല. അപ്പം അന്ന് നമ്മുടെ വീഡിയോസ് വൈറലായതിനു ശേഷമാണ് ഇതുപോലുള്ള കുറേ ആൾക്കാർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചെയ്തു വെച്ച വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇത് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെ നമ്മളും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നത്തെ സിറ്റുവേഷനിൽ പുള്ളിക്കാരി ഞാൻ തന്നെ വേണം, അതായത് എനിക്ക് ഒരു ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ വേണം, ഇത് ഇത്ര എക്സ്പീരിയൻസിലുള്ള ആൾ വേണം എന്ന് ആൾ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ അവരുടെ ഒരു ടീമുണ്ടായി, യൂട്യൂബ് ടീമുണ്ടായി. അപ്പം അവർ എന്നെ സ്പെസിഫിക് ആയിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത സമയത്താണ് പോയിട്ടത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്നാണ്, നമ്മുടെ പണി ഇതല്ല ഫുള്ള്. അപ്പോൾ എന്താ ലൈക്ക് അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു വീഡിയോ ആ സമയത്ത് ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടന്റ് ആളുമായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും മാക്സിമം ആൾക്കാരെ ഹാപ്പി ആക്കാനും അല്ലെങ്കിൽ എന്താ പറയണ്ട അവരുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അപ്പൊ ആ സമയത്ത് അവർ ഔട്ട് ബേസ്റ്റ് ചെയ്ത് അവരെല്ലാ കാര്യങ്ങളും പറയുക, അവരാ ഇമോഷൻ മൊത്തം ഇറക്കി വെക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇവർ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവർക്കൊരു സ്റ്റക്ക് മൊമെന്റ് തോന്നത്തില്ല? ഇവർ കണ്ടില്ലേ ആ ഒരു ഇത് വരില്ലേ? അത് അവർക്കൊരു ട്രോമ ഉണ്ടാക്കില്ല? അതായത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം പിന്നീട് അവർക്ക് ഓർമ്മ ഉണ്ടാവും, അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, അപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എന്നെയാണ് കണ്ടത്, ആ സമയത്തൊക്കെ അവർക്കുണ്ടായ ആ ഒരു ഫീലിംഗ് ആണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവും. പിന്നീട് അവർക്കിത് ട്രോമ ഉണ്ടാക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ പല ആൾക്കാർക്കായിരിക്കും, പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും അത് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. ചില ആൾക്കാർക്ക് പിന്നീട് ചിലപ്പം വീണ്ടും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം തോന്നുമായിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി ഇടയ്ക്കിടയ്ക്ക് ആ മെമ്മറീസ് ചിലപ്പോൾ മനസ്സിനകത്ത് കുറച്ചുകൂടെ ഹൗണ്ടിങ് ആയിട്ട് വരുമായിരിക്കും. അപ്പം അതൊക്കെ കൊണ്ടാണ് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പം എല്ലായിടത്തും നമ്മളും പറയുന്നൊരു കാര്യം തന്നെയാണ്, ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ച ആൾക്കാർ വരാറുണ്ടോ? ലൈക്ക് അത് ചെയ്തു തരുമോ? ഞാൻ തുടങ്ങുന്ന സമയത്ത്, അതായത് ഇപ്പം 2019 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് വൈറലാവുന്ന സമയത്ത് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, മരിച്ച ആൾക്കാരെ കാണിച്ചിരുന്നുള്ള കാര്യം. അപ്പം അത് ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്ന കാര്യമാണ്. ഒരു തവണ, അതായത് ഒറ്റ തവണ, മേ ബി ആഫ്റ്റർ കൊറോണ ഒരൊറ്റ തവണ അങ്ങനത്തെ ഒരു കണ്ടന്റ് നമ്മൾ അതഗെയിൻ ഈ പറഞ്ഞ 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാണാൻ വന്ന സമയത്ത് അവരുടെ പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ നമ്മളെ നിർബന്ധിച്ചിട്ട്, അതായത് നിങ്ങൾ കുഴപ്പമില്ല ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അവരുടെ കൺസേണോടുകൂടി ഒരൊറ്റ തവണ ചെയ്ത് നിർത്താം എന്നുള്ള ഐഡിയയിലാണ് ചെയ്തതിന് ശേഷം നമ്മളിത് കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട്, മേ ബി 1-2 വർഷം കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കാർ അത് മാത്രം, അതായത് അങ്ങനത്തെ കണ്ടന്റ് മാത്രം ഇട്ട് കുറേ മ്യൂസിക്കും കുത്തി കയറ്റിയിട്ട് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഇതിന്റെ ഈ ഒരു ഫീൽഡിന്റെ എന്താ ഒരു പറയേണ്ടത്, അതിന്റെ ഒരു വില തന്നെ കളയുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് ബിസിനസ് ആയിട്ട് മാത്രം ഇതിനെ യൂസ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് എത്തിച്ച സമയത്ത് കുറേ ആൾക്കാർക്ക് പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഈ പറയുന്ന പോലെ എവിടെ നിന്നെങ്കിലുമൊക്കെ പോയിട്ട് പഠിച്ചിട്ട്, ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ഇന്ന് തന്നെ പോയിട്ട് വൈകിട്ട് പോയിട്ട് ബീച്ചിൽ ഹിപ്നോട്ടിസം ചെയ്യുന്നു, പിറ്റേ ദിവസം പോയിട്ട് സ്ട്രീറ്റിൽ ഹിപ്നോട്ടിസം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് പല സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പല ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർക്ക് എന്താണോ ഒരു ദിവസത്തെ ക്ലാസ്സിൽ കിട്ടിയ കാര്യം അത് വെച്ചിട്ട് അവർ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാണ്. അപ്പം ഹ്യൂമൻസിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ അവർക്ക് എഫക്ട്സ് ഉണ്ടാകും എന്ന് പോലും ചിന്തിക്കാതെ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, ഡെയിലി കാണാം. ഒരു സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ, പിന്നെ അത് പിന്നീട് കുറഞ്ഞു, ആ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം ആ സമയത്തൊക്കെയാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്.
ബുദ്ധിമുട്ടുണ്ടാവുന്ന മിസ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ ഈ മെന്റലിസം മൈൻഡ് റീഡിംഗ് ആണല്ലോ, മൈൻഡായിട്ട് കണക്റ്റഡ് ആണ്. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ? എന്റെ അടുത്താണോ ചോദിച്ചത്? അങ്ങനെയല്ല, ഞാൻ പൊതുവെ ചോദിച്ചതാ. ഇപ്പം ഈ പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പൊ ആൾക്കാർ വെറുതെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ അവരിത് മിസ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ അത് എന്തൊരു ആർട്ട് ഫോം തന്നെ ആവട്ടെ, അപ്പൊ അത് നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, എന്ത് ഫീൽഡാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിന്റെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ഉൾക്കൊണ്ട് പോസിറ്റീവായിട്ട് ചെയ്യാം. അതിന്റെ നന്മവശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് നമുക്കത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടാവും, ലൂപ്പ് ഹോൾസ് എന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പോൾ നിങ്ങളെ പല രീതിയിൽ മിസ്ലീഡ് ചെയ്തത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ മന്ത്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ എന്താ നമ്മൾ പോകുന്ന സമയത്ത് ഭാവി പറയാം, ഭൂതം പറയാം, വർത്താനം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇല്ലേ. അപ്പൊ അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, അവർക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാജിക് തന്നെയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നാരങ്ങ എടുക്കുന്നു, അല്ലെങ്കിൽ ഭസ്മം എടുക്കുന്നു. അതെ. അപ്പൊ ഈ ഒരു ആർട്ട് ഫോമിനെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്ന അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഏറ്റവും നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ എല്ലാത്തിലും പറ്റും, മെന്റലിസ്റ്റിലും പറ്റും. ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് എന്താ, ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്, അപ്പം നിങ്ങൾ എന്നെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പൈസ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്, മണി ബേസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മണി മാത്രമല്ല, വേറെ ഉദ്ദേശത്തോടു കൂടി ഇപ്പൊ ഹിപ്നോട്ടിസവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് എത്താൻ അർഹതയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താ ഞാൻ ചോദിക്കാൻ കാര്യം, നമുക്കിപ്പം സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കിപ്പം ടിപ്സ് വരും. സൈക്കോളജിക്കലി എന്ത് ചെയ്യണം, ബോഡി ലാംഗ്വേജ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ആൾക്കാരെ എങ്ങനെ ഐസ് വെച്ച് നോക്കി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറെ ടിപ്സ് ഒക്കെ വരാറുണ്ട്. എനിക്ക് വരാറുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ വരും. അങ്ങനെയല്ല, നമ്മളിങ്ങനെ സൈക്കോളജി ഇഷ്ടമായതുകൊണ്ട് നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഇത് ആക്സസ് കിട്ടുകയല്ലേ, ഓരോ ടിപ്സ്. ഇത് ആൾക്കാർ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഹാം അല്ലേ അത്? ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടേക്ക്. ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഹാപ്പി ആക്കാൻ, എന്റർടൈൻ ചെയ്യിക്കാനാണ്. നമ്മളൊക്കെ എന്റർടൈനേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ എത്തിക്സ് ഉൾക്കൊണ്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്, പ്രൊഫഷണലി ചെയ്ത് ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതല്ലാത്ത ആൾക്കാരുടെ അടുത്ത് കിട്ടുന്ന സമയത്ത് അവരിതെങ്ങനെ, അവർക്ക് ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാന്നായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവുക. ഇതെങ്ങനെ പേഴ്സണലി എനിക്ക് ഇപ്പൊ പൈസ ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത ബെനിഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അവരതല്ലേ ചിന്തിക്കും. അപ്പൊ ആ രീതിയിൽ വരുമ്പോ എന്തായാലും മണി വേണമല്ലോ. അപ്പൊ നമുക്കത് എന്റർടൈൻമെന്റ് ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മളത് യൂസ് ചെയ്യും. റൈറ്റ്. പക്ഷെ ഞാൻ അതാ പറഞ്ഞ, പ്രൊഫഷണലി അല്ലാതെ അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ കണ്ടിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ഐ കോണ്ടാക്ട് തരാൻ പേടിയാണ്, എന്റെ മൈൻഡ് റീഡിയോ. ഫ്രണ്ട്സ് ഒക്കെ എന്താ, നമ്മള് അവരുടെ സർക്കിളിൽ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റില് നിൽക്കില്ല. അവരും നമ്മുടെ അടുത്ത് ആ ഒരു രീതിയിലല്ല നിൽക്കുന്നത്. അപ്പം ചില പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുക. അങ്ങനെ എന്റെ മൈൻഡ് റീഡ് ചെയ്തില്ലല്ലോ അല്ലേ? കണ്ടില്ലേ, ഇതാണ് ഇതുപോലെ അത്രയൊക്കെ ഉള്ളു. ഫ്രണ്ട്സ് ഒന്നുമില്ല. അല്ല, പൊതുവെ നമുക്കിങ്ങനെ വരുമ്പോ തോന്നില്ലേ ഇപ്പൊ മൈൻഡ് റീഡ് ചെയ്യുമെന്നാ തോന്നുന്നേ, അപ്പൊ പിന്നെ അനുസരിച്ച് ഐ കോണ്ടാക്ട് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ തോന്നത്തില്ലേ? അങ്ങനെ അതാ ഞാൻ പറഞ്ഞ, പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അധികം ക്ലോസ് അല്ലാത്ത ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പം എന്തായാലും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യണല്ലോ. അപ്പൊ ഈ പുതിയ ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് വീട്ടില് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ഈ സമയത്ത് ആൾക്കാരെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ട് പോവാറുണ്ടോ? അതാണ്ട് ഈ പബ്ലിക്കിന്റെ ഇടയിലൊക്കെ പിന്നെ കനകുന്ന് ഇവിടെ സിറ്റി മാനവീയ ഫുൾ ഒബ്സർവേഷൻ ആണ്. ഇപ്പൊ ഒബ്സർവേഷൻ എന്ന് പറയാം, ഞാൻ ആ ഒബ്സർവേഷൻ, ഇതിന്റെ ഒബ്സർവേഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ബോഡി ലാംഗ്വേജ് ഇതിൽ ഭയങ്കര പാർട്ടാണ്, സൈക്കോളജി ഇതിന്റെ ഭയങ്കര പാർട്ടാണ്. പിന്നെ വേറെ എന്തൊക്കെ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹിപ്നോസിസ് യൂസ് ചെയ്യാം. ഇപ്പൊ ആദ്യ ചേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ക്രിമിനോളജി ഒക്കെ പഠിച്ചിട്ട് അത് അതിന്റെ ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാനൊക്കെ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൾ റീഡിങ് പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. പുതുതായിട്ട് എന്താണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ റെസ്റ്റിലാണ്. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും നോക്കണം എന്ന് വെച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അല്ല, നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെയല്ല, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് നോക്കുന്നുണ്ട്, പുതിയ പുതിയ അപ്ഡേഷൻസ് നോക്കുന്നുണ്ട്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതെപ്പോഴും പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ കാര്യം ഇപ്പം അങ്ങനെ നോക്കുന്നില്ല. സോ നോക്കുന്നുണ്ട്. എനിക്കൊക്കെ ഈസിലി പഠിക്കാൻ പറ്റിയ വല്ല ട്രിക്ക് ഉണ്ടോ? ഉണ്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനെന്ന് പറയാൻ പറ്റില്ല, എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓക്കെ, അതിനകത്ത് നമ്മൾ ലേൺ വിത്ത് മീ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാവർക്കും പഠിക്കാനും ചെയ്യാനും പറ്റുന്ന നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള കുറെ ട്രിക്സ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മെന്റലി ചാർജ് ഇപ്പൊ നമുക്കൊരു ട്രിക്ക് ആയാലും ചെയ്യാം, നമുക്ക് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ
പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സമയമാണ്. ലെറ്റ് സ്റ്റാർട്ട് സംതിങ്. ഓക്കെ, എപ്പോഴെങ്കിലും മാജിക്സ് ഒക്കെ ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഫസ്റ്റ് ടൈമാണ്. കൂൾ. കയ്യിൽ എന്തെങ്കിലും കറൻസി ഉണ്ടോ? നോട്ട് എന്തെങ്കിലും ഉണ്ടോ? പൈസ ഇല്ല. പൈസ ഒന്നും ഇല്ലല്ലേ? ഞാൻ പൈസക്കാരിയല്ല. ഓക്കെ, ശരി. ഞാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അതായത് എൻ്റെ ഇതാണെന്ന് നിങ്ങൾ പറയും, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതാ ചെക്ക് ചെയ്തോ, നോർമൽ കറൻസി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, അതിലേതെങ്കിലും എടുത്തോ, ഏതെങ്കിലും ഒരെണ്ണം. 50 ഓക്കെ, ശരി. അതുണ്ടല്ലോ, നമ്മളൊന്ന് ഫോൾഡ് ചെയ്യാൻ പോവാണേ. അതായത് ജസ്റ്റ് അത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഒന്ന് പകുതിയായിട്ട് മടക്കാവോ? ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിക്കോ, ലൈക്ക് ദിസ്. ഫോൾഡ് ചെയ്തോ ഹാഫായിട്ട്. നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ക്രീസ് ചെയ്തോ. അവിടെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തോ. വീണ്ടും ഇങ്ങനെ തന്നെ. See, I'll start with the illusion. Okay. നന്നായിട്ട് ചെയ്തോ. ഞാനിപ്പം ഈ ഒരു നോട്ട് എടുത്തിട്ട് സിമ്പിളായിട്ട് ഈ കാർഡിൻ്റെ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട്. ഇതിൻ്റെ ഹോൾ വഴി ഞാനിത് പാസ് ചെയ്യാണ്. ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ നിന്ന് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? കറക്റ്റായിട്ട് ഞാൻ ആ ഹോളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. യു ക്യാൻ സീ. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനതിനകത്ത് എന്തെങ്കിലും ട്രിക്സോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ടാവും. റൈറ്റ്. ഇപ്പം ഞാൻ രണ്ട് സൈഡും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ്, യു ക്യാൻ സീ. ഒന്ന് ചെയ്ത് നോക്കാവോ കറക്റ്റായിട്ട് ഇത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം? അത് കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലേ? അതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് സ്ലോലി അതിങ്ങനെ എടുത്തോ. ആ നോട്ട് സ്ലോലി പുൾ 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 പുൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു ദിസ് ഇസ് ആൻ ഇലൂഷൻ, റൈറ്റ്? സോ യു വിൽ ബി തിങ്കിങ് ഓക്കെ എന്താണ് ഇതിൽ ഇത്ര പ്രത്യേകത, റൈറ്റ്? കൈ ഒന്ന് തന്നെ കാണിക്കാവോ? ഈ കൈ. സി ആക്ച്വലി ഇത് ഇലൂഷൻ ആണെന്ന് പറയാനുള്ള റീസൺ തന്നെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇതിനകത്ത് കംപ്ലീറ്റ്ലി സ്റ്റീലാണുള്ളത്. അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിലെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ള കാര്യം ഇല്ല. ഇനി ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇതിനകത്ത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അത് പോസിബിൾ ആയിരിക്കും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. ട്രൈ 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 യുവർ സെൽഫ്. ഇതിനകത്തൂടെ പോയില്ല. അപ്പൊ ഇതെങ്ങനെയാ വന്നേ? അതാണല്ലോ ഞാൻ ആദ്യം ഇലൂഷൻ എന്ന് പറഞ്ഞത്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് കണ്ണടച്ചോ. ഞാൻ പറയുന്നൊരു കാര്യം ജസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുന്നു, ഇമാജിൻ ചെയ്യുക. സി എല്ലാവരുടെ ലൈഫിൽ മോസ്റ്റ്ലി, എല്ലാവരുടെ ഒന്നും ഞാൻ പറയുന്നില്ല, മോസ്റ്റ്ലി ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ അവരുടെ സ്കൂൾ കോളേജ് ജീവിതത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു സാറോ ടീച്ചറോ ഉണ്ടാവും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ പേര് ഒന്ന് മനസ്സിനകത്ത് കൊണ്ടുവരിക. ആളുടെ ഫേസോ ആളുടെ എന്താ പറയണ്ട ആ ഒരു ഇമേജൊക്കെ മനസ്സിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിനകത്ത് കൊണ്ടുവരാം. ഓക്കെ, കണ്ണു പറഞ്ഞോ. ശരിക്കും അത് അങ്ങനെ ഇമാജിൻ ചെയ്തോ അങ്ങനെ ഒരാളെ? പേരൊന്ന് മനസ്സിനകത്ത് ഫോക്കസ് ചെയ്യാവോ? ശരി. മനസ്സിനകത്ത് ആ പേരിങ്ങനെ വിളിക്കുന്നതായിട്ടോ, അങ്ങനെ തന്നെ ആ പേര് തന്നെയാണോ വിളിക്കുന്നത്? അതിങ്ങനെ വിളിക്കുന്നതായിട്ട് നന്നായിട്ട് ഇമാജിൻ ചെയ്തോ. ഓക്കെ, ലിപ്സ് ഒന്നും മൂവ് ചെയ്യണ്ട. എനിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ളൊരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും തരണ്ട. ഓക്കെ, തിങ്ക് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ. ഞാൻ പറയുന്നതിനൊന്നും റിയാക്ട് ചെയ്യണ്ട കേട്ടോ. ഞാൻ പലതരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും. ഡോണ്ട് റിയാക്ട്. ഓക്കെ, തിങ്ക് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ. മോസ്റ്റ്ലി മലയാളികളുടെ പേര് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൾക്കാരുടെ പേരുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലായിരിക്കാം, വിയിലായിരിക്കാം. ഓക്കെ, തിങ്ക് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ഇത് രണ്ടും അല്ല എന്തായാലും. തിങ്ക് ഓഫ് ദ സെക്കൻഡ് ലെറ്റർ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്. ഇല്ല, അതില്ല. അതുകൊണ്ടാണ് എന്നാ പറ്റിക്കാൻ ശ്രമിച്ചില്ല നന്നായിട്ട്. ആ പേര് മാത്രം ഒന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവോ? സ്നേഹത്തോടെ ഇങ്ങനെ വിളിക്കണം അല്ലേ? എന്തൊരു സ്വീറ്റായിട്ടാണ് വിളിക്കുന്നത്. ഒന്ന് കണ്ണടച്ചോ. എനിക്കൊരു കൺഫർമേഷൻ. ഫസ്റ്റ് ലെറ്റർ എന്താ പറയാമോ?
ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനി മാറ്റാൻ പറ്റത്തില്ല. എന്താ ഫസ്റ്റ് ലെറ്റർ? ബി. ബി. ആളുടെ ഫുൾ നെയിം ഒന്ന് പറയാവോ? ബിന്ദു. ബിന്ദു. എക്സാക്ട്ലി. യെസ്, കറക്റ്റ്. ഇതന്നല്ലേ? അപ്പൊ ടീച്ചർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽ ബി വെരി ഹാപ്പി, ഐ തിങ്ക്. ലൈക്ക് എ മദർ. എല്ലാവരുടെ ലൈഫിൽ ഇപ്പോൾ ടൈം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? അങ്ങനെ സമയത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഓൾസോ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. കൈ എന്തെങ്കിലും പ്ലേസ് ചെയ്യാം. ഒന്ന് കണ്ണടച്ചു. ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി പോകണമെന്ന് ആഗ്രഹമുള്ള, ഇതിനു മുന്നേ വിസിറ്റ് ചെയ്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമാവാം, അങ്ങനെയുള്ളൊരു സ്ഥലം മനസ്സിനകത്ത് കൊണ്ടുവരാം. ഓക്കെ, കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഇന്ത്യക്കകത്തോ എവിടെ വേണമെന്നുണ്ടെങ്കിലും ആവാം. ഭയങ്കര ഫ്രീ ചോയ്സാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ഥലം ആലോചിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് കണക്റ്റായി. എനിക്ക് തോന്നുന്നത് കുറേ കാലമായിട്ട് മനസ്സിനകത്ത് ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. ബട്ട് ഈ ഒരു സ്ഥലം എനിക്ക് അല്ലെങ്കിൽ വേറെ ആൾക്ക് അറിയാനുള്ളൊരു ചാൻസും ഇല്ല, പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് ഭയങ്കര ട്രൂ ആണ് അല്ലേ? ഓക്കെ, ഇപ്പം അവിടെ എത്തിയെന്ന് വിചാരിച്ചോ, ആ പ്ലേസിലെത്തി. അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഒരു വലിയ ബിൽഡിംഗ് കാണാൻ പറ്റുന്നതെന്ന് വിചാരിച്ചോ. ബിൽഡിംഗ് ഉള്ള സ്ഥലമായിരിക്കും വിചാരിക്കുന്നു. അവിടെ വലിയൊരു വാൾ ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. വലിയൊരു ക്ലോക്ക് ഉണ്ട്, വലിയൊരു വാൾ ക്ലോക്ക്. അവിടെ നോക്കുന്ന സമയത്ത് ആ വാൾ ക്ലോക്കിലെ ടൈം കാണാനായിട്ട് പറ്റുന്നുണ്ട്. യു ക്യാൻ ലിറ്ററലി സീ ദ ടൈം. ഓൾറൈറ്റ്, അത് കറക്റ്റ് ഇപ്പോൾ 1 മണി 2 മണി 3 മണി അങ്ങനെ ഒരു സമയമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എ റാൻഡം ടൈം. ആ ടൈം മനസ്സിനകത്ത് വെച്ചേക്കാം. ഓക്കെ, ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞില്ലേ, ഏത് പ്ലേസിലാണ് ഇപ്പോൾ ഉള്ളത്? പറഞ്ഞു. വാരണാസി. വാരണാസി ഭയങ്കര പെർട്ടിക്കുലറായിട്ട് പറഞ്ഞൊരു കാര്യമാണ് വാരണാസി എന്നുള്ള കാര്യം അല്ലേ? ഒരുപാട് പേര് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ളൊരു സ്ഥലമായിരിക്കണം വാരണാസി. റൈറ്റ്, എനിക്കും ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് വാരണാസി. സോ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ ഒരു വാൾ ക്ലോക്ക് കണ്ടു. അപ്പോൾ അതിനകത്തൊരു റാൻഡം ടൈം മനസ്സിനകത്ത് കണ്ടു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഏത് ടൈമാണ് മനസ്സിനകത്ത് കണ്ടേ? പറയാമോ? പറഞ്ഞു. 3:33. 3:33 ഭയങ്കര പെർട്ടിക്കുലർ ആണ്. അത് 3:33 എന്ന് പറയുന്നത് ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലേ? ശരി. ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു വാച്ച് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിനകത്ത് ടൈം എത്രയാണെന്നുള്ള കാര്യം 3:33. അതെങ്ങനെയാ പോസിബിൾ ആവുന്നത്? എക്സാക്ട്ലി 3:33. ഇങ്ങനെയൊക്കെ ഞാനല്ലാതെ വേറെ ആരും ചിന്തിക്കുവോ ഈ സമയമൊക്കെ? എങ്ങനെ മനസ്സിലായി 3:33 ആയിരിക്കും? അത് ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ 3:33 എന്ന് പറയുന്നത് അല്ലേ? റൈറ്റ്, there is no possible way I could know അല്ലേ? അങ്ങനെ എത്ര പേര് അങ്ങനെ ഒരു ടൈം ചിന്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3:33 ഇതുപോലെ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നതൊക്കെ പോലെ. ആൻഡ് there is something more actually. ഇതൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് I had a paper in my pocket. ഓക്കെ, ആൻഡ് ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ I'm sure you will think of Varanasi. I'm sure you will think of Varanasi. എപ്പോഴാ സത്യം പറയുന്നതൊക്കെ ഇതിനിടയ്ക്ക് മനസ്സിലാക്കി. ആലോചിച്ചൊക്കെ ഹൗ ഇമ്പോസിബിൾ ഇറ്റ് ഈസ്. ബിക്കോസ് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ ഞാനിത് നേരത്തെ ചോദിച്ചിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ബട്ട് ടു ബി ഓണസ്റ്റ് അല്ലേ, നമ്മളിതിനെക്കുറിച്ച് ഒരു സംസാരം ഇങ്ങനെ ഒരു ടൈം ഇങ്ങനെ ചിന്തിക്കത്തില്ല, വേറെ ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള ടൈം പോലും ആയിട്ടില്ല. പിന്നെ വാരണാസി എന്ന പ്ലേസ് അതിന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ, അതങ്ങനെ എന്റെ ക്ലോസ് സർക്കിൾ അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. കാർഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 4 ടൈപ്പ് ഉണ്ടെന്നല്ലേ? കാർഡ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള സാധനമാണ്. പണ്ട് തൊട്ടേ ഞാൻ കാർഡ് മാജിക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഓൾറെഡി മാജിക്കിന്റെ ഇതൊക്കെ പഠിച്ചിട്ട് വന്ന ഒരാളുടെ അടുത്താണ് ഞാനത് ചെയ്യാനായിട്ട്. മൈ ഗാഡ്. ഓക്കെ, ശരി. സിമ്പിൾ, ഒന്നുമില്ല. ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്തോ. ഇൻഫാക്ട് ഞാൻ കാണുന്നതുകൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ ചൂസ് എനി കാർഡ്. ലാസ്റ്റ് ഇരുന്ന കാർഡ് തന്നെ ചൂസ് ചെയ്തു. ആൻഡ് ഓൾസോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ദീസ് കാർഡ്സ് ആർ ഡിഫറെൻറ്റ്, റൈറ്റ്? റാൻഡം ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ്, റൈറ്റ്? അല്ലായിരുന്നു വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ. റൈറ്റ്, കിങ് എന്ന് പറയുന്നൊരു കാർഡാണ് ചൂസ് ചെയ്തത്, റൈറ്റ്? ബ്യൂട്ടിഫുൾ. സോ കിങ് ഓഫ് ഡയമണ്ട് അത് പെർട്ടിക്കുലറായിട്ട് എടുത്ത് പറയണം. ഓക്കെ, കാരണം ഈ കാർഡിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻ.
ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് മുന്നേ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതൊക്കെ തള്ളിക്കളയുമായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ്. പക്ഷെ അങ്ങനെ ഉണ്ട്. പക്ഷേ മൈൻഡ് റീഡ് ചെയ്ത് കണക്ഷൻ ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടിയ ടൈം കൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതാണോ? ഓക്കെ, ശരി. സോ കൈ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ലൈക്ക് ദിസ്. നൗ ദിസ് ഈസ് യുവർ കാർഡ് അല്ലേ? റാൻഡംലി ചൂസ് ചെയ്തൊരു കാർഡാണ്. ഇഷ്ടത്തോടുകൂടി ചൂസ് ചെയ്തൊരു കാർഡാണ് അല്ലേ? എന്റെ പേര് കാർത്തിക ഉണ്ട്. കെ ആണ്. ഓക്കെ. ഈ കൈ അതിന്റെ മുകളിലായിട്ട് പറന്നു പോകാതിരിക്കാനായിട്ട് വെച്ചോ. 2 കൈ വെച്ചോ. ഇനി ഒന്നുമില്ല, കാർത്തിക ഒരു കാർഡ് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഞാനൊരു കാർഡ് എനിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നു. വെരി സിമ്പിൾ. ഓക്കെ. ഐ തിങ്ക് ഞാനൊരു ഇഷ്ടമുള്ള കാർഡ് തന്നെ ഞാനും നോക്കിയിട്ട് ചൂസ് ചെയ്താലോ? ഫോർ മീ ഞാനും അടുത്തൊരു കെ, റൈറ്റ്? കിങ്. ഓക്കെ, പക്ഷേ ഇത് ബ്ലാക്ക് കിങ് ആണ്. ഓൾറൈറ്റ്. സോ ഐ ടേക്ക് ദിസ് കാർഡ്. ഞാനിത് എടുത്തിട്ട് വാച്ച് ദിസ്. ആക്ച്വലി ജസ്റ്റ് ഇമാജിൻ ചെയ്യും നമ്മൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഓക്കെ അങ്ങനെ നന്നായിട്ട് ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ടേക്ക് ദിസ് കാർഡ്. ഞാൻ ജസ്റ്റ് ഈ കാർഡ് എടുത്തിട്ട് ചുമ്മാ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അത് മാറ്റണ്ട. വാച്ച് ദിസ്. ആക്ച്വലി 3, 2, 1 അങ്ങനെ ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ ഇംപോസിബിൾ, നടക്കൂല. യുവർ കാർഡ് ഇസ് റൈറ്റ് ഹിയർ. ഇങ്ങനെയാണെങ്കിൽ കഴിക്കാൻ തന്നാന്ന് നോക്കൂ. ദാറ്റ്സ് യുവർ കാർഡ്. ദാറ്റ്സ് മൈ കാർഡ്. എന്നെ ഇത് പഠിപ്പിച്ചു തരൂ പ്ലീസ്. കഷ്ടമുണ്ട്. ദക്ഷിണ ശിഷ്യയായിട്ട് ഞാൻ ഒരു സൗണ്ട് മാത്രമേ ഉണ്ടാക്കുന്നതല്ലേ കേട്ടുള്ളൂ. അതാണോ മാജിക്? മറ്റേ ആബ്രാക്കാഡബ്ര എന്നൊക്കെ പറയുന്ന കോഡ് വേർഡൊക്കെ പോലെ. നിങ്ങ പെരിയ ആൾസാർ. നിങ്ങ ഇല്ല, ഇത് ചുമ്മാ ഇഷ്ടം കൊണ്ട് ചെയ്താട്ടോ. ഞാൻ പറഞ്ഞില്ല, മാജിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും പെർഫോം ചെയ്യുന്നത്. ഇതെങ്കിലും പഠിപ്പിച്ചു യൂട്യൂബ് പറയരുത്. നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മെന്റലിസ്റ്റ് അർജുൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, എന്തെങ്കിലും 1-2 ട്രിക്സ് ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷനിൽ മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ ഇത്രയും പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലൈക്ക് കാർഡ് ട്രിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റി. പക്ഷെ ആ ലാസ്റ്റ് ചെയ്ത തിങ്ങില് ശരിക്കും എനിക്ക് ഐസ് ഗ്ലൂ ഒക്കെ ഒട്ടിയ പോലെ തന്നെ ഇപ്പൊ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. സോ അത് റിയലി വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കൊന്ന് പ്രേക്ഷകർക്കും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹോപ്പ്ഫുള്ളി ഇത് കാണുന്ന ആൾക്കാർ അവർക്ക് ഇത് കണക്ട് ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലേ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ജനൻ TV ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം.